ബൈനോക്കിൾ ടോക്സിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ശബരിമല യാത്രയിലേക്ക് സ്വാഗതം. ഓർക്കാപ്പുറത്ത് ഒരു ശബരിമല യാത്ര. കാരണം വെച്ചാലേ ഹരിപ്പാട് കാവടിയായിരുന്നു. കാവടിക്ക് എല്ലാവരും നോയമ്പായിരുന്നു. അന്ന് ആ നോയമ്പ് വീണത് 11-ാം തീയതി നോയമ്പ് കാവടി കഴിഞ്ഞു. എന്നാൽ പിന്നെ വിചാരിച്ച് ശബരിമലയ്ക്ക് പോയേക്കായിരുന്നു. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചേട്ടനുണ്ട്, പ്രതീക്ഷയായിട്ട്. പുള്ളി ശബരിമലയ്ക്ക് പോയി നോയമ്പ് എടുത്തു. പുള്ളി പറഞ്ഞ് പോരുന്നുണ്ടെന്ന് വെച്ചു. എന്നാൽ പിന്നെ ശബരിമലയിൽ കൂടെ പോയിട്ട് നോയമ്പ് കുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ശബരിമല യാത്ര വെച്ചു. കഴിഞ്ഞ സീസണിൽ നമ്മൾ പമ്പ വരെ വന്നിട്ട് പോയതേ ഉള്ളൂ, നമ്മൾ കയറിയില്ല. പിന്നെ നമ്മൾ സത്രം വന്നു, നമ്മൾ വീഡിയോ എടുത്തു. എന്നാൽ നമുക്ക് ശബരിമലയിൽ കൂടെ പോയത്. ശബരിമലയിൽ എന്തെല്ലാം ഭാഗങ്ങൾ വീഡിയോ എടുക്കാം, പകർത്താം എന്നൊന്നും എനിക്കറിയില്ല. എന്നെക്കൂടെ പറ്റുന്നത് എടുക്കാം. ഇനി എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടെങ്കിൽ നിയന്ത്രണത്തിനെ പറ്റി ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതാണ് പമ്പ. പമ്പയിൽ വന്ന് ഞങ്ങൾ കുളിച്ചു. നമ്മൾ പമ്പയുടെ തീരത്ത് വന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ നിർത്തിയേക്കണേ. ഇതാണ് നമ്മുടെ പ്രതീക്ഷയേട്ടൻ കേട്ടോ, നമ്മുടെ പട്ടാളം. പമ്പയുടെ തീരത്ത് വന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നിർത്തിയത്. ഇപ്പോൾ പ്രളയത്തിന് ശേഷം കണ്ടോ പുതിയ ഷെൽട്ടറുകളായി പണിതേക്കണം. ഈ ഫാനൊക്കെ വെച്ച് നമുക്ക് അത്യാവശ്യം ഇരിക്കാനും സൗകര്യത്തിനും. അതായത് വലിയ തിരക്ക് കൂടുമ്പോൾ നമ്മൾ പമ്പയെ തൊട്ടേ നിയന്ത്രിക്കും. അപ്പോൾ നിയന്ത്രിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും സംവിധാനങ്ങൾ ചെയ്തേക്കണം കേട്ടോ. ഇതാണ് പമ്പയുടെ തുടക്കം. പമ്പ ഗണപതി കോവിലോട്ട് കയറുന്നതിൻ്റെ അവിടെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു കർപ്പൂരാഴയുണ്ട്. അതായത് വരുന്ന അയ്യപ്പൻ ഭക്തന്മാർ ഇട്ട് കത്തിക്കണം കേട്ടോ. അതിന് വരുന്നവരിങ്ങനെ ഇട്ടോട്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ, അതായത് നട തുറന്നിട്ടുണ്ടെങ്കിൽ ആ ഒരുമാതിരി സമയത്തെല്ലാം, വലിയ മഴയല്ലാത്ത സമയത്തെല്ലാം അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇത് ആ പന്തളത്തിൻ്റെ, അതായത് പമ്പ ഗണപതി കോവിലിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലമാണ്. ഇവിടെ നമ്മൾ പന്തള രാജാവിന് മണികണ്ഠനെ, അതായത് അയ്യപ്പസ്വാമിയെ ആ പമ്പയുടെ തീരത്ത് നിന്ന് കിട്ടിയതിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഈ മണിമണ്ഡപമൊക്കെ ഇപ്പോൾ പുതിയതാട്ടോ, ഈ മണി കെട്ടി വെച്ചേക്കണേ. നമുക്കിവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതിന് പമ്പ ഗണപതി ക്ഷേത്രം. എല്ലാം നല്ല അടിപൊളിയായിട്ട് പഞ്ചലോകത്തിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല ചുറ്റും മേൽക്കൂരയെല്ലാം. ഇവിടെ ശിവനുണ്ട്, മുരുകനുണ്ട്, ഗണപതിയുണ്ട്. ആ കാണുന്ന അവിടുത്തെ തെടപ്പള്ളിയാണ്. ഇതുണ്ട് ചെറിയ ചെറിയ അമ്പലങ്ങൾ. ഇവിടെയാണ് നമ്മുടെ സ്പോട്ട് ബുക്കിങ്, നമ്മുടെ ഇതൊക്കെ പരിശോധിക്കുന്നത്. ഇത് നമ്മുടെ കെട്ടുനിറയ്ക്ക് രസീത് എടുക്കുന്ന സ്ഥലം കേട്ടോ. കെട്ടുനിറ എടുക്കുന്നിടത്ത് വീഡിയോ എടുക്കാൻ പാടില്ല. ഇത് പന്തള രാജാവിൻ്റെ, അതായത് നമ്മൾ പമ്പയിൽ അങ്ങോട്ട് കയറുന്നിടത്ത്, പമ്പയിലാണ് നമ്മുടെ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യണം കേട്ടോ. പമ്പയിൽ നമുക്ക് സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്, അവിടെ ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് കയറാൻ പറ്റത്തുള്ളൂ. അവിടെ വരുമ്പോൾ പോലീസ് ചെക്കിങ്ങും ഉണ്ട്. അത് കഴിയുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞാലേ, ഇന്ന് ഇവിടെ തൊട്ടാണ് നീലിമല തുടങ്ങുന്നത്. നീലിമല തുടങ്ങുന്നിടത്ത് ഇങ്ങനെ സൈഡിൽ ഇത് കണ്ടോ ഡോളി വെച്ചിട്ടുണ്ട്. നമുക്ക് നടക്കാൻ പറ്റില്ലാത്തവർക്ക് അവരുടെ സഹായം കിട്ടും. സഹായം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു നിശ്ചിത റേറ്റ് ആട്ടോ. ഇപ്പം ഡോളി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതേ വഴി നീളെ പമ്പാ തീർത്തെന്ന് പറഞ്ഞ് ദാഹജലം വെച്ചിട്ടുണ്ട്. ഓക്സിജൻ പാർലറുകളുണ്ട്. ഇടയ്ക്കൊക്കെ ഇരിക്കാൻ നല്ല അടിപൊളി മാർബിളിലൊക്കെ തീർത്ത ബെഞ്ചുകളുണ്ട്. പിന്നെ അത്യാവശ്യം കടകളുണ്ട്. കടകളെന്ന് പറഞ്ഞാൽ ഭക്ഷണ കാര്യത്തിൽ മാത്രം ശബരിമല ഇത്തിരി പുറകോട്ടോ കേട്ടോ. അത് ഞാൻ എപ്പോഴും എവിടെയും പറയും. അത് നമ്മൾ ഇത്രയും കൂടെ, പിന്നെ നമ്മളും വിചാരിക്കും ഇതുപോലെ ട്രാക്ടറിലൊക്കെ കയറ്റി ചുമന്ന് കൊണ്ടുവന്ന് ഈ ലേലമൊക്കെ പിടിച്ചാണല്ലോ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ സഹിക്കും. പക്ഷെ അതിന് നമുക്കിട്ട് പണിയായിട്ടേ. അങ്ങനെ നീലിമല കയറി നമ്മൾ നീലിമല ടോപ്പിലെത്തി. നീലിമല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പോകുന്ന വഴിക്ക് നമുക്ക് ഇത്തിരി കയറ്റം കൂടുതലുള്ള സ്ഥലം നീലിമലയാണ്. പിന്നെ നീലിമല കഴിഞ്ഞാൽ അപ്പാച്ചിമേട് കഴിഞ്ഞാൽ നമ്മുടെ ശബരിപീഠം കഴിഞ്ഞാൽ മരക്കൂട്ടം കഴിഞ്ഞാൽ നമ്മുടെ സന്നിധാനം. ഇടയ്ക്ക് നമ്മൾ തിരക്ക് കൂടുമ്പോൾ നമ്മളെ ശരംകുത്തി വഴി വിടും കേട്ടോ. ശരംകുത്തി വഴി അങ്ങനെ എല്ലാവരും എപ്പോഴും പോകുന്നില്ല. ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം. പിന്നെ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന ഐതിഹ്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇത് കണ്ടോ പുറകിൽ വന്ന് ഓരോരുത്തർ വീശുന്നുണ്ടോ. അതായത് ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നവർ ഈ നീലിമല അപ്പാച്ചിമേടും ഒക്കെ കയറുന്നവരെ ഇങ്ങനെ വീശി സഹായിക്കും. പിന്നെ ചിലർ കയ്യെ പിടിച്ച് കുറച്ച് ദൂരം മുന്നോട്ട് കൊണ്ടുപോയി കയറ്റി വിടും. ചർണമൊക്കെ കുളിച്ച് പിന്നെ ഗ്ലൂക്കോസ് കൊടുക്കുന്നവരുണ്ട്, ബിസ്ക്കറ്റ്. അങ്ങനെ തിരിച്ചിറങ്ങി വരുന്ന അയ്യപ്പന്മാർ കയറിപ്പോകുന്നവർക്ക് എല്ലാ സഹായങ്ങളും കിട്ടും. ഞാൻ വേറൊരിടത്തും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാ സഹായങ്ങളും, വെള്ളം വേണ്ടവർക്ക് വെള്ളം, ചിലരെ കയ്യിലേക്ക് പിടിച്ച് നടത്തുന്നതാണോ നമുക്കൊരു മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം തോന്നും. പിന്നെ കുഞ്ഞയ്യപ്പന്മാർക്ക് അവർക്ക് കയറ്റമൊന്നൊരു വിഷയം, അതേ തുള്ളിക്കളിച്ച് പോകുന്നുണ്ടോ, അവർക്കതൊരു കയറ്റമൊന്നൊരു വിഷയമേ അല്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ സൈസ് അതിഥികളെ കാണാം. ഇങ്ങനത്തെ ആൾക്കാർ നമ്മളെ അങ്ങനെ വഴിയിൽ അങ്ങനെ ഉപദ്രവിക്കാറൊന്നുമില്ല. അവർ ആ വൈസൈഡിൽ കൂടെ അങ്ങനെ പോകത്തേ ഉള്ളൂ. ഇത് അപ്പാച്ചിമേട് തുടക്കമാണ് കേട്ടോ. അപ്പാച്ചിമേടിൽ ഇത് ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഉണ്ട വഴിപാട്. അതായത് ഭൂതഗണങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞത്. അതായത് അവിടെ അരിപ്പൊടി കുഴച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് വാങ്ങി ആ കാട്ടിൽ ഒരു സൈഡിൽ നിക്ഷേപിക്കും. അയ്യപ്പൻ ഭൂതഗണങ്ങളുമായിട്ട് വന്നപ്പം ചെയ്ത സംഭവമാണ് അതിൻ്റെ ഐതിഹ്യം എന്നാണ് പറയുന്നത്. അപ്പാച്ചിമേട് അങ്ങോട്ട് കയറാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പാച്ചിമേട് ന്യായം കയറ്റമാണ്. പിന്നെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഒരു അത് ചെയ്യണം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശബരിപീഠം വരെ കയറ്റമാണ്. അത് പറഞ്ഞോളൂ നമ്മുടെ ശബരിപീഠത്തിൻ്റെ കഥ അറിയാമല്ലോ.
രാമലക്ഷ്മണന്മാർ വനവാസത്തിന് വന്നപ്പം ശബരിക്ക് ശാപമോക്ഷം കൊടുത്ത. പിന്നെ മഹിഷി നിഗ്രഹം കഴിഞ്ഞ് അയ്യപ്പൻ പരിവാരങ്ങളുമായിട്ട് വന്നപ്പോൾ ആയുധങ്ങൾ നിക്ഷേപിച്ച സ്ഥലമാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഐതിഹ്യത്തിനായിട്ട് ഇതേ മരക്കപ്പോൾ കൊണ്ട് ആയുധങ്ങളുടെ രൂപത്തിൽ നിർമ്മിച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് കറുപ്പ് കച്ച പോലത്തെ കെട്ടി ചെറിയ ചെറിയ സാധനങ്ങൾ കെട്ടിയൊക്കെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് കന്നി അയ്യപ്പന്മാർ മസ്റ്റായിട്ടും വരുമ്പം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇതിനൊരു ഐതിഹ്യം പറഞ്ഞിട്ടുണ്ട്. മാളികപ്പുറത്തമ്മ ഇങ്ങനെ ഇവിടെ എന്തെങ്കിലും ശരമില്ലാതെ വന്നു കഴിഞ്ഞാൽ അയ്യപ്പനുമായിട്ടുള്ള തൻ്റെ വിവാഹം നടക്കുമെന്നുള്ള ആഗ്രഹം പറയും. പിന്നെ ആറാട്ടിനൊരു പ്രത്യേകത ഉണ്ട്. പുള്ളി ഇങ്ങനെ ശരംകുത്തിയിലോട്ട് ആറാട്ടിന് വരും. ഇവിടെ വന്ന് ഇത് കണ്ടു കഴിയുമ്പം ആ മനസ്താപം കൊണ്ട് വീണ്ടും തിരിച്ചു പോകുന്നൊക്കെ ഒരു സങ്കല്പമുണ്ട്. ഞാൻ ഒരിക്കലും ആറാട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് പടയും ബഹളവും പൊട്ടും പാട്ടൊക്കെ അങ്ങോട്ടൊന്ന് പെശാമ പോണേ ഒരു പള്ളിവേട്ട ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് അന്ന് ഇതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് വരത്തില്ല. ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും വരത്തില്ല കേട്ടോ. പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹരമാണ്. പണ്ടുതൊട്ടേ നമുക്ക് അങ്ങനെ. ഇത് ശബരിപീഠത്തിലെ ഒരു കുടിവെള്ള സംവിധാനം കാണിച്ചേക്കുന്നതാണ് ഒരു കിണ്ടിയൊക്കെ പണിതേക്കുന്നത്. ശബരിപീഠത്തിൽ പിന്നെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശബരിപീഠം കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ മരക്കൂട്ടമാണ്. മരക്കൂട്ടത്തിൽ നിന്നാണ് നമുക്ക് ശരിക്കും തിരക്കുള്ളപ്പോൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വിടുന്നത്. മരക്കൂട്ടം നമുക്ക് അപ്പുറത്തോട്ടിറങ്ങി സ്വാമി അയ്യപ്പൻ റോഡിലോട്ട് പോകാം. നമ്മൾ കയറിപ്പോടുന്ന റോഡിൻ്റെ പേര് ചന്ദ്രാനന്ദൻ റോഡ്. സ്വാമി അയ്യപ്പൻ റോഡിലോട്ട് ഇറങ്ങിപ്പോവാം. തിരക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരംകുത്തി വഴിയേ വിടുകയുള്ളൂ. നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ തിരിച്ചത് ഈ താഴെ കാണുന്ന ഈ അണ്ടർപാസിൻ്റെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ നമ്മൾ താഴോട്ട് തിരിച്ചു വിടും. ഈ വഴി അങ്ങോട്ട് ഒരു കാരണവശാലും നമ്മളെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഈ വഴി ഉണ്ടാവുള്ളൂ. നമ്മൾ അതിലേ വന്ന് നമ്മളെ ശരംകുത്തി വഴി കയറ്റി തിരക്കുള്ള സമയത്ത് കൊണ്ടുപോകും. പിന്നെ നമ്മുടെ ഡോളി സർവീസും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് ഉണ്ട്. 4 പേര് കൂടി എടുത്തുകൊണ്ട് പോകുന്നത് 2 പേര് കൊണ്ടുപോകുന്നുണ്ട്. 2 പേരുടെ പോകുന്നത് ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. മരക്കൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലെവൽ റോഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബരിപീഠം കൊണ്ട് കയറ്റം കഴിയും. പിന്നെ നമുക്ക് നല്ല ലെവൽ റോഡാണ്. പിന്നെ ഇവിടുത്തെ ഗതാഗത സൗകര്യത്തിൻ്റെ മെയിൻ നെടുന്തൂണാണ് കേട്ടോ ട്രാക്ടർ. കഴുതകളുടെ കാലം കഴിഞ്ഞപ്പം അവർ റിട്ടയർമെൻ്റ് ആയപ്പം പുതിയ ആൾക്കാർ ഇവരാണ്. അതായത് അവരെക്കാൾ 100 മടങ്ങ് ശക്തിയും കാര്യങ്ങളുമായിട്ട്, അതായത് എന്ത് സാധനങ്ങൾ ഇപ്പം വേണേൽ സാധാ മറ്റേ ട്രെയിലർ പോലത്തെ ട്രാക്ടർ കയറി വരും. പക്ഷേ കയറി വരുന്നില്ല. അങ്ങനെ നമ്മൾ നടപ്പന്തലെത്തി, സന്നിധാനം എത്തി. നമ്മൾ നടപ്പന്തൽ കയറുകയല്ല കേട്ടോ. കാരണം നടപ്പന്തൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നാളെ നേരം വിളക്കുന്നതിനെ പറ്റി ക്യൂ നിൽക്കണം. കാരണം നമ്മൾ മരക്കൂട്ടം തോന്നുമ്പോഴേ ഹരിവരാസനം പാടി നടയടച്ചായിരുന്നു. അതാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന പ്രസിദ്ധമായ ആഴി. പിന്നെ ഈ രാത്രി ശബരിമലയുടെ വൈബ് ഉണ്ടോ? ഇതെല്ലാം അരവണയും അപ്പവും വാങ്ങാൻ നിൽക്കുന്നവരാട്ടോ. ഇതിനെല്ലാം സെപ്പറേറ്റ് ഇവിടെ ക്യൂ. അരവണ, അപ്പം എല്ലാത്തിനും ക്യൂവാണ്. അത് രാത്രി വന്ന് വാങ്ങി വെച്ചുന്നവർക്ക് ഇനി തൊഴാത്തവർക്ക് രാവിലെ പോകാൻ എളുപ്പമാവും. എന്നാണ്ടോ നമ്മുടെ ആഴി നമ്മൾ കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങയിൽ നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരമാകുന്ന തേങ്ങ, നമ്മുടെ ആത്മാവാകുന്ന നെയ്യ് അയ്യപ്പനിൽ അഭിഷേകം ചെയ്ത് വിലയം പ്രാപിച്ചു നമ്മുടെ ശരീരമാകുന്ന തേങ്ങ ആഴിയിൽ അരിച്ച് കളയുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ രാത്രി വന്ന് നട കയറാൻ പറ്റാതെ 18 പടി കയറാൻ വരാതെ വന്നിരിക്കുന്നവരാട്ടോ. രാത്രിയിലെ ഇത് 10:30 ആയപ്പോഴുള്ള സംഭവമാണിത്. ഇതാണ് 18 മണി. 18 മണി അടുത്താണ്. കഴിഞ്ഞ ഒരു വർഷത്തിലൂടെയാണ് ഇതുപോലെ നല്ല സെറ്റായിട്ട് പണിത് ഒരു കവചങ്ങളൊക്കെ പണിത് തൂണൊക്കെ പണിത് നല്ല സംരക്ഷിച്ചിരിക്കും. 2 പേര് അപ്പുറം ഇപ്പുറം കാവലുണ്ട്. കറുപ്പ് സ്വാമിയും കടുത്ത സ്വാമിയും. അവരാണ് ഭഗവാന്റെ ദ്വാരപാലകർ എന്ന് പറയും. ഇതാണ് നമ്മുടെ പൊന്ന് 18 മണി. 18 മണിയുടെ ഒരു വ്യൂ നോക്കി. ആഹാ, എന്താ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പോരാൻ തോന്നുകയില്ല കേട്ടോ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഒരിക്കലും മടുക്കാത്ത, എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണ്. എന്തോ ആന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമൊന്നുമില്ല. ഞാനിങ്ങനെ രാത്രി മൊത്തം അതിലെല്ലാം അരഞ്ഞിടക്കും. ഈ ആഴിയുടെ അവിടേക്ക് ഒരു കുറേ പ്രാവശ്യം വരും, നടക്കും. അതിലേക്കൂടെ നടക്കും, ഇതിലേക്കൂടെ നടക്കും. അതൊരു സുഖമാണ്. ഈ രാത്രിയിൽ ഇത് ഇവർ ഈ ക്യൂ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങണമെന്ന് എന്താണെന്നറിയോ? നേരം വെളുത്ത് കഴിയുമ്പോൾ ഇവർക്ക് തൊഴുതിറങ്ങാനായിട്ട്, പിന്നെ തൊഴുത് ഇവർക്ക് അഭിഷേകം കഴിഞ്ഞ് ഇറങ്ങിയാൽ അന്നേരം ക്യൂ നിൽക്കേണ്ട. ഈ രാത്രി ഈ സമയത്ത് ഈ ക്യൂ ആണെന്നുണ്ടെങ്കിൽ സീസൺ ടൈമിലൊന്ന് ഓർത്ത് വയ്ക്കേ. ഇതൊരു മലയാള മാസം 1-ാം തീയതിയിൽ ഇവിടെ ഈ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു സീസൺ ടൈമിലെ അവസ്ഥയൊന്ന് നോക്കി. ഈ 18 മണിയുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പുറം ഇപ്പുറം കിടക്കാൻ. ഈ അണ്ടർ പാസേജ് കടന്ന് നമുക്ക് അപ്പുറത്തോട്ട് എത്തി കഴിഞ്ഞാൽ നമ്മുടെ വാവരുന്നടയുടെ ആ സൈഡിലോട്ട് ചെന്ന് കയറും. പിന്നെ അവിടെ മഹാകാണിക്കാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ തിരിച്ചിറങ്ങുന്നവർക്ക് പോയി 18 മണിക്ക് തേങ്ങ ഇറങ്ങേണ്ടവർക്ക് തേങ്ങ അടിക്കാൻ സ്ഥലമുണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമല്ല കേട്ടോ. മൊത്തം എല്ലാ ഭാഗങ്ങളും നല്ല തറയോടൊക്കെ പാകി നല്ല വൃത്തിയും വെടിപ്പും ആക്കിയിട്ടേക്കണം. അത് തേങ്ങ അടിക്കുന്ന സ്ഥലം. പിന്നെ കാണിക്കയിടാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നവർ മറന്നു പോവുമോ അല്ലെങ്കിൽ എന്തോ ആ തിരക്കിലിടാൻ പറ്റാത്തവർക്കൊക്കെ ഇടാൻ മഹാകാണിക്കാന്ന് പറഞ്ഞ് അവിടെ വലിയൊരു സംഭവം വെച്ചിട്ടുണ്ട്. ആ നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ വെളിച്ചം അടിക്കുന്ന ആ ബോർഡിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കാണിക്കുകയും ചെയ്തിരിക്കുന്നത് അവിടെയാണ് വാവരുനട. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാസം തൊഴാൻ വരുന്നവരെ കെട്ടില്ലാതെ വരുന്നവരില്ലേ,
അവർക്ക് കയറാനുള്ള സ്ഥലം ആ കാഴ്ച. പിന്നെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലെ പോലെ തന്നെ സകലമോന സംഭവങ്ങളും ഉണ്ട് വാങ്ങാൻ. ആ പാത്രമൊക്കെ നെയ്യഭിഷേകത്തിന് വേണ്ടിയുള്ള പാത്രങ്ങളാണ്. ഈ സൈഡിലൊക്കെ ഈ മലയപ്പുറത്തിന് അങ്ങോട്ട് വരുന്ന സൈഡിലൊക്കെ തറയോടൊക്കെ വിരിച്ച് അവിടെ കിടക്കാൻ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് മാളികപ്പുറത്തെ വലിയ അന്നദാനമുണ്ടോ. വലിയ അന്നദാനമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു 5000 പേർക്ക് ഒരു സമയം അന്നദാനം നടത്താമെന്ന് തോന്നുന്നു. അതായത് ഇതിന് നേരെ എതിർവശം മാളികപ്പുറം. അതുകൊണ്ട് മാളികപ്പുറമാണ് കാണുന്നത് കേട്ടോ. അവിടെ അടച്ചിട്ടേക്കണം. നമുക്ക് ഈ വെള്ള ബിൽഡിംഗ് എല്ലാം പിൽഗ്രാമാണ്. പിൽഗ്രാം നമുക്ക് അവിടെ പോയി റൂം ബുക്ക് ചെയ്തെടുക്കാം. ഇത് എന്നാന്നറിയോ, കാട്ടുപന്നിക്ക് പേരുദോഷം കേൾപ്പിക്കാൻ കിടക്കുന്ന ആൾക്കാരാണ് കാട്ടുപന്നി. ഞാൻ അടുത്തിന്ന് വീഡിയോ എടുത്തിട്ട് എന്നെ ഒന്ന് വകവെക്കണമല്ലോ. അവർ നിദ്രയില്ല. അവർക്കാരെ പേടിക്കാതിരിക്കുന്നുണ്ട് അയ്യപ്പൻ്റെ സംവിധാനത്തിൽ അല്ലെ സന്നിധാനത്തിൽ കിടക്കാനായിട്ട്. ഓക്കെ കിടക്കുന്നേ. അങ്ങനെ നമ്മൾ അന്ന് രാത്രി നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ രാവിലെ എണീറ്റു. നമ്മൾ തൊഴുതു, പോകാനെ കണ്ട് തൊഴുതു. ഇപ്പം നേരം വെളുത്തു വരുന്ന സമയമാണ്. നമ്മൾ മാളികപ്പുറത്ത് തൊഴാൻ പോവുക. കാരണം നമുക്ക് സന്നിധാനം അവിടെ ഒന്നും നമുക്ക് ഒരിക്കലും വീഡിയോ വളർത്താനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഫോട്ടോ ഒക്കെ പെട്ടെന്ന് എടുക്കാം, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതാണ് കൊച്ചികടുത്ത സ്വാമി, മാളികപ്പുറത്തമ്മ. പിന്നെ ആ പ്രദേശങ്ങൾ മാളികപ്പുറത്തമ്മ കഴിഞ്ഞാൽ പിന്നെ മണിമണ്ഡപം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നവഗ്രഹങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കാവ്. ഇതാണ് അവിടുത്തെ കാവ്. ഈ മാളികപ്പുറത്തൊക്കെ എന്ന് പറഞ്ഞാൽ ശബരിമല സീസണിലൊക്കെ മഹാഗുരുതികളൊക്കെ നടക്കുന്നത്. പിന്നെ അവിടെ നാഗരുടെ പൊള്ളുവമ്പാട്ടുണ്ട്. ഇതാണ് മണിമണ്ഡപമൊക്കെ ഇപ്പം തെളിഞ്ഞാണ് കേട്ടോ. സീസണിൽ ചെന്ന് കഴിഞ്ഞാൽ ഭസ്മം മാത്രമേ കാണത്തുള്ളൂ. ഇത് ഭഗവാന്റെ സമാധിയാണെന്നും ഭഗവാനോട് ധ്യാനത്തിരിച്ചാന്നൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇത് വേലൻ പറകൊട്ടിപ്പാട്ടെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ ചെന്ന് നമ്മുടെ നാളം പേരും പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ആദിവാസി സമുദായത്തിൽപ്പെട്ട ഇതാണ്. അവരത് നല്ല രസമാണ് അതിൻ്റെ കൊട്ടുപാട്ടൊക്കെ കേൾക്കാൻ. നമുക്ക് ഒത്തിരി ഇതിനകത്ത് നമുക്ക് വോയിസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതുപോലെ ബഹളം അവിടെ, നമുക്കൊന്നും കേൾക്കാനൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ചു. അഭിഷേകം ചെയ്ത് പ്രതീക്ഷേട്ടന് കെട്ടുണ്ടായിരുന്നു. പ്രതീക്ഷേൻ്റെ തേങ്ങയൊക്കെ അഭിഷേകം ചെയ്ത് മേടിച്ചു. നമ്മൾ നവഗ്രഹങ്ങളെയൊക്കെ തൊഴുത്, മണിമണ്ഡപത്തിലും തൊഴുത്, കാവിലും തൊഴുത്, മാളികപ്പുറത്തമ്മയും തൊഴുത്, നമ്മുടെ സ്ഥിര സംഭവമായ അരവണയൊക്കെ മേടിച്ച് മാളികപ്പുറത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കേട്ടോ. ഇപ്പോഴേക്കും നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. സീസൺ ടൈമിലൊന്നും നമുക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തിരക്കായിരിക്കും. പകല് വെളിച്ചത്തിൽ. അപ്പം രാത്രിയിൽ നമ്മൾ വന്നപ്പോഴത്തെ ക്യൂ ഉണ്ടോ, ഇപ്പം നിൽക്കുന്ന ക്യൂ ഉണ്ടോ? ഇപ്പം സമയം എന്നാണെന്നറിയോ, ഒരു 6 മണി സമയമായതേ ഉള്ളൂ. 5 മണി 5 മണിയായപ്പോൾ നട തുറന്നു. സീസൺ ആകുമ്പോൾ നേരത്തെ ഉറക്കുമെന്ന് പറഞ്ഞു കേട്ടോ. ഇതുണ്ടോ ജനം നിൽക്കുന്നുണ്ടോ? എല്ലാവരും കെട്ടുമായിട്ട് നിൽക്കുന്നതാണ് ഭഗവാനെ കാണാൻ. നമ്മൾ രാത്രി വന്നു നിന്നതുകൊണ്ടും നമ്മുടെ ഒരു ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ്റെ സഹായം കൊണ്ട് ചേട്ടൻ നമ്മളെ അധികം കൂവിലൊന്നും എടുത്താതെ കയറ്റിയും വിട്ടു. അങ്ങനെ നമ്മൾ പോയി ഭഗവാനെയും കണ്ട് തൊഴുത് വളരെ സന്തോഷകരമായും പെട്ടെന്നുണ്ടായ ഒരു ശബരിമല തീർത്ഥാടനം. അപ്പോൾ എല്ലാ സ്വാമി ഭക്തന്മാർക്കും എല്ലാ അയ്യപ്പന്മാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുക കേട്ടോ. പുത്തനൊരു വീഡിയോ ആയിട്ട് പുത്തനൊരു വീഡിയോ തീർത്ഥാടനം നമ്മളെ കൊണ്ട് അറിയാവുന്നതും പറ്റുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളിലെത്തിക്കും. നിങ്ങളുടെ എല്ലാ സാന്നിധ്യ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കേ, ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ കേട്ടോ.